ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയായതോടെ അലീനയ്ക്ക് താൻ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. സ്റ്റാൻലി ജോസഫ് ഇതിനിടെ അവളെ സമീപിച്ച് ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിക്കുകയുണ്ടായി. അതിന് അർത്ഥമൊന്നുമില്ലായിരുന്നു. സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും പോലെ. നായകൾ കൂട്ടിനുണ്ടായിരുന്നതിനാൽ ഇതുവരെ അവൾക്ക് വലിയ മടുപ്പൊന്നും തോന്നിയിരുന്നില്ല. അവൾ നടക്കുമ്പോൾ മുട്ടിയുരുമി നടക്കുകയും അവൾ നിൽക്കുമ്പോൾ അവൾ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയും അവൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അവളുടെ കാൽച്ചൂട്ടിൽ ഇരിക്കുകയും ചെയ്തു. എന്നാൽ 7 മണിയോടെ ആൻ്റപ്പൻ വന്ന് ആട്ടിൻകുഞ്ഞുങ്ങളെ എന്ന പോലെ അവരെ എല്ലാം നായ്ക്കൂടുകളിലേക്ക് തെളിച്ചുകൊണ്ടുപോയി. അതിൽ ഒരെണ്ണത്തിനെ മാത്രം കാണാനില്ല എന്ന് പറഞ്ഞ് ആൻ്റപ്പൻ വീണ്ടും അലീനയുടെ മുറിയിൽ വന്നു. നായയുടെ പേര് ചൊല്ലി വിളിച്ചു. വീട്ടിലും പരിസരങ്ങളിലും നോക്കി. ആരോ തുമ്മി ഒച്ച കേട്ട് അലീന തലകുനിച്ച് കട്ടിലിന് കീഴിലേക്ക് നോക്കിയപ്പോൾ അവൻ അവിടെ പതുങ്ങി കിടപ്പുണ്ട്. എഴുന്നേറ്റ് വരാൻ ആംഗ്യം കാട്ടിയപ്പോൾ അവൻ ഒന്ന് മടിച്ചു. അവൾ നിർബന്ധിച്ചതോടെ കട്ടിന് കീഴിൽ നിന്ന് നുഴഞ്ഞിറങ്ങി. അലീന അവൻ്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മര്യാദയ്ക്ക് നിന്റെ സ്ഥലത്ത് പോയി കിടന്നു. കള്ളത്തരമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. നിനക്കെന്താ ഇവിടെ പ്രത്യേകത? എന്നിട്ട് അവൾ മുഖമുയർത്തി നോക്കിയപ്പോൾ ആൻ്റപ്പൻ്റെ മുഖത്തേക്കായിരുന്നു. സ്വതവേ ഗൗരവക്കാരനും മുറുമുറുത്തുകൊണ്ട് അനിഷ്ടം പ്രകടിപ്പിക്കുന്നവനുമായ അൽസേഷ്യൻ അലീനയുടെ ശാസനയ്ക്ക് മുമ്പിൽ വിധേയനായി നിന്നുകൊണ്ട് ആൻ്റപ്പൻ അതിശയം പൂണ്ടു. ഇവനിവിടെ ഒളിച്ചിരുന്നു. ഈ കട്ടിലിൻ്റെ കീഴേ ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഈ നായ്ക്കളെയൊന്നും പേടിയില്ലേ? ഇല്ല. കുഞ്ഞിൻ്റെ അടുത്ത് നല്ല പരിചയമുള്ള പോലെയാണല്ലോ ഇവിടുത്തെ നായ്ക്കളെല്ലാം. ഇവിടുത്തെ മാത്രമല്ല, എല്ലാ നായ്ക്കളും എൻ്റെ അടുത്ത് അങ്ങനെയാ. പറഞ്ഞാൽ കേൾക്കുമെങ്കിലും എനിക്കിപ്പോഴും പേടിയായി വെറ്റകളെ. എപ്പോഴാ കടിക്കുകയെന്ന് ആർക്കറിയാം. ആൻ്റപ്പൻ നായയെ വിളിച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് പോയി. അലീന എഴുന്നേറ്റ് ഇടനാഴിയിലൂടെ നടന്നു. അവൾ സിറ്റൗട്ടിലെത്തി. എല്ലായിടത്തും വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. മുറ്റത്തിനും ചുറ്റുമുള്ള മതിലിലും ഗേറ്റിൻ്റെ തൂണുകളിലും ഗോളാകൃതിയിലുള്ള മെർക്കുറി ദീപങ്ങൾ. ഇതിൻ്റെ 4/1 ലൈറ്റുകൾ മതിയാകും എല്ലായിടത്തും വെളിച്ചം കിട്ടാൻ. വെറുതെ കറണ്ട് ചെലവാക്കുകയാണ്. ആ കറണ്ട് ചാർജിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ദിവസേന 5 അനാഥ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം. ഇവിടെ എവിടെ നോക്കിയാലും ധാരാളത്വമാണ് കാണുന്നത്. താൻ ഇവിടെ കുറേ നാൾ താമസിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം കുറവ് വരുത്തണമെന്ന് അവൾ നിശ്ചയിച്ചു. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന് അദ്ദേഹത്തിൻ്റെ പരമാധികാരത്തിൽ ആരെങ്കിലും കൈകടത്തുന്നത് ഇഷ്ടപ്പെടാൻ കഴിയില്ല. സ്റ്റാൻലി ജോസഫിൻ്റെ രൂപം മനസ്സിൽ വരുമ്പോഴെല്ലാം എന്തുകൊണ്ടോ അവളുടെ ഓർമ്മയിൽ തെളിയുന്നത് പത്രങ്ങളിൽ കണ്ടിട്ടുള്ള സദ്ദാം ഹുസൈൻ്റെ വിദൂര ഛായയാണ്. ഒപ്പം അത് തൻ്റെ അച്ഛൻ തന്നെയാണോ എന്ന ആശങ്കയും. പക്ഷേ കടപ്പാട്ടൂരെ അച്ഛന് തെറ്റിപ്പറ്റാൻ സാധ്യതയില്ല. എല്ലാം വളരെ വിശദമായി അന്വേഷിച്ചിട്ട് തന്നെയായിരിക്കും അച്ഛൻ തന്നെ ഇവിടെ എത്തിച്ചത്. അലീന തിരികെ ഇടനാഴിയിലേക്ക് നടന്നു. കേണൽ സാബിൻ്റെ മുറി എന്ന് പറഞ്ഞ് ആൻ്റപ്പൻ കാട്ടിക്കൊടുത്ത വാതിലിന് മുന്നിൽ നിൽക്കെ അവൾ നീങ്ങി. ആ വാതിലിന് മുൻപിൽ അല്പസമയം സംശയിച്ചു നിന്നു. വാതിക്കൽ മുട്ടി വിളിക്കാം. എന്താണ് ഇനി താൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അത്താഴമുണ്ടാക്കുകയോ വിളമ്പുകയോ ചെയ്യണോ? ആരെങ്കിലും കാത്തിരിക്കണമോ? അതോ വെറുതെ പോയി കിടന്നുറങ്ങണോ? അലീന വാതിലിൽ മുട്ടി. യെസ്, കമ്മിങ്. അകത്ത് നിന്ന് അനുമതി കിട്ടി. അലീന ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ച് വാതിൽ തുറന്നു. അകത്തെ കാഴ്ച കണ്ട് ഒരു നിമിഷം അവൾ അമ്പരന്ന് നിന്നു. സ്റ്റാൻലി ജോസഫ് സെറ്റിയിലിരിക്കുന്നു. ഇടത്തും വലത്തും നായ്ക്കൾ. മുമ്പിലെ ടീപ്പോയിൽ മദ്യക്കുപ്പിയും സോഡയും മദ്യം നിറച്ചു വെച്ച ഗ്ലാസും ഐസ് ക്യൂബുകളും മറ്റും. വളരെ സമൃദ്ധമായ മദ്യപാനം. മുറി നിറയെ സിഗരറ്റ് പുക. സ്റ്റാൻലി അവളെ കൈകാട്ടി അകത്തേക്ക് വിളിച്ചു. അലീന 2 നിമിഷം കൂടി നോക്കി നിന്നിട്ട് അകത്തേക്ക് കാൽ പിന്നോട്ടെടുത്തു. അവൾ വാതിൽ അടയ്ക്കുന്നത് കണ്ട് സ്റ്റാൻലി അവളുടെ പേര് വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. സ്റ്റാൻലി അടഞ്ഞ വാതിലിന് നേർക്ക് അല്പനേരം നോക്കി നിന്നിട്ട് തിരികെ സെറ്റിയിലേക്കിരുന്നു. അലീന തനിക്കായി ഒരുക്കപ്പെട്ട മുറിയിലെത്തി. ഈ റിട്ടയർഡ് കേണൽ ഒരു കുടിയനും കൂടിയാണെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഇവിടെ തൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് അവൾ സങ്കല്പിച്ചു നോക്കി. കുറച്ച് പരിചാരകർ, ഒരു പറ്റം നായ്ക്കൾ, കുടിയനും പരുക്കനുമായ ഒരു എക്സ് മിലിറ്ററിക്കാരൻ. ഇവർക്കിടയിൽ ചിറക് അലിഞ്ഞു കളഞ്ഞ ഒരു പക്ഷിയെപ്പോലെ താനും. വാതിൽ മുട്ടുന്ന ശബ്ദം. അലീന സംശയത്തോടെ ചെന്ന് വാതിൽ തുറന്നു. സ്റ്റാൻലി ജോസഫ് വാതിലിനപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ വലിയ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് അവൾ കണ്ടു. ഞാൻ വിളിച്ചിട്ട് കേൾക്കാതെ തിരിച്ചു പോന്നു അല്ലേ? അയാൾ ചോദിച്ചു. അവിടെയായിരുന്നു കുടിക്കുന്നത് കണ്ടിട്ട. അലീന പറഞ്ഞു. ഞാൻ മദ്യപിക്കും. അതിനു സമയപരിധിയൊന്നുമില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മദ്യപിക്കും. അതെൻ്റെ ഒരു ശീലമായിപ്പോയി. ആർമിയിലായിരിക്കുമ്പോഴും മദ്യപിക്കുമായിരുന്നു. അത് മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും തോന്നുന്നുമില്ല. തൻ്റെ ആഹാരപാനീയങ്ങളുടെ ഒരു ഭാഗമാണ് മദ്യം. മധുരം പോലെ, ഉപ്പ് പോലെ, എരിവ് പോലെ സംസാരിച്ചുകൊണ്ട് അയാൾ മുറിയിലേക്ക് കയറി. അലീന വാതിലിനരികെ തന്നെ നിന്നു. വീടും ചുറ്റുമുള്ളതെല്ലാം കണ്ടു തീർത്തോ? സ്റ്റാൻലി പാതി തിരിഞ്ഞു ചോദിച്ചു. കണ്ടു, അലീന പതിയെ പറഞ്ഞു. എങ്ങനെയുണ്ട് ഈ വീടും അതിൻ്റെ പരിസരമൊക്കെ? ഇഷ്ടപ്പെട്ടോ?
ഇല്ല. സ്റ്റാൻലി ആശ്ചര്യത്തോടെ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇഷ്ടപ്പെട്ടില്ല. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിനാൽ അവൾ മിണ്ടിയില്ല. ഇവിടെ നമ്മൾ ഇത്രയും പേർ മാത്രമേയുള്ളൂ. ആൻ്റപ്പൻ, ഡ്രൈവർ, ബൈജു, കുക്ക്, പൗലോസ്, ഗാർഡനർ, സ്കാൻഷർ, തങ്കപ്പൻ നായർ, പിന്നെ ഇന്നു മുതൽ അലീനയും. അലീന അവരെയൊക്കെ പരിചയപ്പെട്ടു. ആൻ്റപ്പൻ ചേട്ടനെയും ബൈജു ചേട്ടനെയും പൗലോസ് ചേട്ടനെയും പരിചയപ്പെട്ടു. അവരെ ചേട്ടാ എന്ന് വിളിച്ച് ബഹുമാനിക്കേണ്ട, പേര് വിളിച്ചാലും മതി. അവർ എൻ്റെ ഭൃത്യന്മാരാണ്, സെർവൻറ്റേഴ്സ്. ഞാനാണ് ശമ്പളം കൊടുക്കുന്നത്. ഞാനും ഒരു വീട്ടിൽ സെർവൻ്റായിരുന്നു. അവിടുത്തെ കുട്ടികൾ അലീന ചേച്ചി എന്നാണ് എന്നെ വിളിച്ചത്. അവർ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ബാലേന്ദ്രൻ എന്നോട് പറഞ്ഞത് അലീന അവിടെ ഒരു വേലക്കാരിയെ പോലെ ആയിരുന്നില്ല എന്നാണ്. അവരാരും നിനക്ക് അന്യാരുമായിരുന്നില്ല. ഇവിടെ അതല്ല സ്ഥിതി. പ്രായം കൂടിയവരെ ഞാൻ ബഹുമാനിക്കും. അത് വേലക്കാരനായിരുന്നാലും പിച്ചക്കാരനായിരുന്നാലും. ബ്രിജിത്ത മമ്മി ഞങ്ങളെ എങ്ങനെയാണ് പഠിപ്പിച്ചത്. പണത്തെ ഒട്ടും ബഹുമാനിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻലി അത് കേട്ട് ചെറുതെ ഒന്ന് ചിരിച്ചു. ഇവിടെ നീ ഒരു സെർവൻ്റ് അല്ല, എൻ്റെ മകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കറിയില്ല ആരാണ് എൻ്റെ അച്ഛൻ എന്ന്. കടപ്പാട്ടൂരെ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചു. ഇവിടുത്തെ ജോലിക്കാർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. അറിയുമായിരുന്നെങ്കിൽ അവരെന്നോട് ചോദിക്കുമായിരുന്നില്ല. അവരെന്തു ചോദിച്ചു? ഞാൻ ആരാണെന്ന്, എവിടുന്ന് വരുന്നു, ഈ വീടുമായി എന്ത് ബന്ധം എന്നെല്ലാം. എനിക്ക് നിശ്ചയം പോരെന്ന് ഞാനും പറഞ്ഞു. ജനിച്ച മുതൽ 23 വർഷക്കാലം ഒരു അനാഥാലയത്തിൽ ജീവിച്ചത്, കുറച്ചു കാലം ഒരു വീട്ടുവേലക്കാരിയെയും ജോലി നോക്കിയിട്ടുമുണ്ട് എന്നും. സ്റ്റാൻലി ജോസഫിൻ്റെ മുഖത്ത് ഗൗരവം മുറുകി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അതല്ലേ സത്യം. മറിച്ച് എങ്ങനെ പറയണമെന്ന് ആരും പറഞ്ഞു തന്നവുമില്ല. ആദ്യം വേലക്കാരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് യജമാനത്തിയായി അംഗീകരിക്കപ്പെട്ട അതിലൊരു അഭിമാനവും സന്തോഷവും ഉണ്ട്. അതിനു പകരം ആദ്യം യജമാനത്തിയായി സ്വയം പ്രഖ്യാപിച്ചിട്ട് പിന്നീട് വേലക്കാരിയെ താഴ്ത്തപ്പെട്ടാലോ? പിന്നെ തല ഉയർത്താൻ പറ്റുമോ? വെൽ, നീ പറഞ്ഞത് ശരിയാണ് അലീന. സ്റ്റാൻലിയുടെ മുഖത്തെ ഗൗരവം അയഞ്ഞു. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. നീ ആരാണെന്ന് മനഃപൂർവ്വം പറയാത്തതാണ്. എനിക്ക് വേണ്ടത്ര സാവകാശം കിട്ടിയില്ല. ബാലചന്ദ്രൻ എനിക്ക് എല്ലാം കൂടി 9 ദിവസമാണ് അനുവദിച്ചത്. ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ അതിനേക്കാൾ എത്രയോ ഇരട്ടി സമയം വേണ്ടിവരും. അത് ഞാൻ ഇനി ഫേസ് ചെയ്യേണ്ട ധർമ്മസങ്കടങ്ങളുടെ ഭാഗമാണ്. നീ അറിയേണ്ട കാര്യമല്ല. എനിവേ, നീ എൻ്റെ മകളാണ്. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. ഞാനത് അംഗീകരിച്ചു കഴിഞ്ഞു. അലീനയുടെ ഹൃദയത്തിൽ ഒരു വേലിയേറ്റമുണ്ടായെങ്കിലും അവൾ അതിനെ പ്രതിരോധിച്ചു നിന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്. പൊതുവെ സ്ത്രീകൾക്ക് മദ്യപാനത്തോടും പുകവലിയോടും അനിഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് രണ്ടും എൻ്റെ സ്വകാര്യ സുഖങ്ങളാണ്. ഇത് രണ്ടിലും കൈകടത്തരുതെന്ന് പച്ചയായിട്ട് പറഞ്ഞാൽ മതി. അലീന പറഞ്ഞത് കേട്ട് സ്റ്റാൻലി പൊട്ടിച്ചിരിച്ചു. മുറിക്കകത്ത് അലയടിച്ച് ചിരി കേട്ട് ആൻ്റപ്പൻ വാതിക്കൽ വന്ന് നോക്കി. സ്റ്റാൻലിയോട് ചിരി പെട്ടെന്ന് നിലച്ചു. എന്താടോ? ഒന്നുമില്ല. ആൻ്റപ്പൻ പിൻവലിഞ്ഞു. അലീനയ്ക്ക് വേണ്ട ഡ്രസ്സെല്ലാം ഞാൻ അലമാരിക്കുള്ളിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ എടുത്ത് ഉപയോഗിക്കാം. ഞാൻ കണ്ടു. ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റിയേക്കാം. അതിനകം തടിച്ച് ചീർത്തിരിക്കണം. ഓ, വലിപ്പക്കൂടുതലുണ്ട് അല്ലേ? അത് സാരമില്ല. ആൻ്റപ്പനോട് പറഞ്ഞാൽ മതി. അളവനുസരിച്ച് മാറ്റി വാങ്ങിച്ചു കൊണ്ട് തരും. സ്റ്റാൻലി വാർബോർഡ് തുറന്നു നോക്കി. പിന്നെ അലീനയുടെ നേർക്ക് തിരിഞ്ഞു. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അയാൾ വാച്ചിൽ നോക്കി. സമയമായി, വന്നോളൂ. കൽപ്പിച്ച ശേഷം അയാൾ വാതിലിന് നേർക്ക് നടന്നു പോകുന്നത് നോക്കി അലീന നിന്നു. സ്റ്റാൻലി വാതിൽ കടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അലീന അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു കാര്യം 2 തവണ പറയിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, അയാൾ പറഞ്ഞു. എത്ര തവണ പറഞ്ഞാലും വിശപ്പുണ്ടെങ്കിൽ മാത്രം ഞാൻ കഴിച്ചാൽ മതിയല്ലോ. അത് സ്റ്റാൻലി പ്രതീക്ഷിച്ചില്ല. വിശപ്പില്ലേ? ഇന്നലെ വരെ 9:30-ക്കാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 8 മണിക്ക്. വിശക്കണം എന്ന് പറഞ്ഞാൽ വയറ് വിശക്കോ? അതിന് ഇവിടുത്തെ ചിട്ടകളൊക്കെ പഠിക്കാൻ കുറച്ച് സമയം വേണ്ടി വരില്ലേ? ഓക്കെ, അത് വളരെ ശരിയാണ്, സ്റ്റാൻലി സമ്മതിച്ചു. എന്നാൽ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരാം. അല്ലെങ്കിൽ വേണ്ട. ഞാൻ കാരണം ഇവിടുത്തെ ചിട്ട തെറ്റിക്കേണ്ട. ഞാൻ എൻ്റെ ചിട്ടയല്ലേ മാറ്റേണ്ടത്. അലീന മുറി വിട്ട് ഇറങ്ങിച്ചെന്നു. അവൾ ഡൈനിങ് ഹാളിലെത്തി. ചൂടുള്ള സ്വാതന്ത്ര്യ വിഭവങ്ങൾ ഏത് നിമിഷവും വിളമ്പാൻ തയ്യാറായി നിൽക്കുന്ന പൗലോസിയേട്ടനും സഹായിയും കത്തിയും മുള്ളും ഉപയോഗിച്ചാണ് സ്റ്റാൻലി ഭക്ഷണം കഴിക്കുന്നത്. ഊണ് മേശപ്പുറത്ത് ഒരു പ്രത്യേക ഡിസിപ്ലിൻ ഉണ്ടെന്ന് തോന്നുമായിരുന്നു. സംസാരിക്കാതിരിക്കുക, വൃത്തിയായും ചിട്ടയായും ഭക്ഷണം കഴിക്കുക, പ്ലേറ്റ് നിരക്കുകയും സ്പൂണുകൾ പ്ലേറ്റിന്മേൽ തട്ടിയും അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നതെല്ലാം സ്റ്റാൻലിയുടെ ഊണുമേശയിലെ അലിഖിതമായ ചിട്ടകളായിരുന്നു. കത്തിയും മുള്ളും നിർത്തിയ സ്റ്റാൻലി അലീനയുടെ മുമ്പിലേക്ക് നീക്കി വെച്ചു. ഇതെനിക്ക് അറിയില്ല, അലീന പറഞ്ഞു. പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അലീന കത്തിയും മുള്ളും എടുത്തു. ഫോർക്ക് ലെഫ്റ്റ് ഹാൻഡ്, നൈഫ് റൈറ്റ് ഹാൻഡ്, സ്റ്റാൻലി നിർദ്ദേശിച്ചു. അലീന ഒരു ചിക്കൻ പീസ്
കുത്തിയെടുത്ത് അതിന്മേൽ പ്രയോഗം ആരംഭിച്ചു. കത്തിയും മുള്ളും പ്ലേറ്റിൽ തട്ടി ശബ്ദമുണ്ടായിക്കൊണ്ടേയിരുന്നു. ശബ്ദമുണ്ടാക്കരുത്, സ്റ്റാൻലി പറഞ്ഞു. കത്തി മുള്ളു സ്പോഞ്ചല്ലല്ലോ, സ്റ്റീലല്ലേ? അലീന പിറുപിറുത്തു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്ക്. അങ്ങനെയാണ് കത്തിയും മുള്ളും ഉപയോഗിക്കുന്നതെന്ന് സ്റ്റാൻലി കാണിച്ചു കൊടുത്തു. ശരിയാണ്, ശബ്ദമൊന്നുമില്ല. അലീന അതനുസരിച്ച് നോക്കി. ഗുസ്തിക്കിടിൽ ചിക്കൻ പ്ലേറ്റിൽ നിന്ന് തെറിച്ച് മേശപ്പുറത്തേക്ക് വീണു. അത് സ്റ്റാൻലിയുടെ പ്ലേറ്റിനടുത്ത് വരെ നിരങ്ങിപ്പോയി. ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന മട്ടിൽ അലീന സ്റ്റാൻലിയെ നോക്കി. സാരമില്ല, വേറൊരു പീസ് എടുത്ത് വെച്ച് ട്രൈ ചെയ്യൂ, സ്റ്റാൻലി നിർദ്ദേശിച്ചു. മേശപ്പുറത്ത് കിടന്ന പീസ് നേർക്ക് അലീന കൈനീട്ടിയപ്പോൾ അയാൾ തടഞ്ഞു. അതെടുക്കണ്ട, ടേബിൾ മാനേഴ്സ് എല്ലാം പാലിക്കണം. അലീന ഒരു നിമിഷം അനങ്ങാതിരുന്നു. മേശപ്പുറത്ത് കിടക്കുന്ന പൊരിച്ച ചിക്കനെ നോക്കി. പൊടുന്നനെ കൈനീട്ടി പരുന്തുറാഞ്ചുന്ന പോലെ അവൾ ചിക്കൻ പീസ് എടുത്തു. അത് അപ്പോൾ തന്നെ വായിലേക്കും വെച്ചു. കറുമുറ കടിച്ചു തിന്നാനും തുടങ്ങി. സ്റ്റാൻലി അമ്പരന്ന് അവളെ നോക്കിയിരുന്നു. ധിക്കാരമാണ് കാണിക്കുന്നത്. പറഞ്ഞതിന് നേർവിപരീതം. അനുസരണയില്ലാത്തവളാണോ? എൻ്റെ 7ാമത്തെ വയസ്സിൽ ഇതുപോലെ ഇറച്ചിക്കഷ്ണം താഴെ വീണു പോയിട്ട് ഞാൻ നിലത്തുനിന്ന് അതെടുത്ത് മണ്ണ് ഊതിക്കളഞ്ഞ് കഴിച്ചിട്ടുണ്ട്, അലീന പറഞ്ഞു. ഒരു കല്യാണ സദ്യയ്ക്ക് മിച്ചം വന്ന തണുത്ത കേടായി തുടങ്ങിയ ചോറും കറികളുമായിരുന്നു. സ്റ്റാൻലി തരിച്ചിരുന്നു. അലീന കൈകൊണ്ട് നല്ല ചുറുചുറുക്കോടെ ഭക്ഷണമെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ഓരോരോ അനാഥാലയത്തിൽ ഓരോരോ കുട്ടിയും ഇതുപോലത്തെ ചിക്കൻ പീസിന് വേണ്ടി സ്റ്റോപ്പ്, ഭക്ഷണം കഴിഞ്ഞിട്ട് സംസാരിക്കാം, സ്റ്റാൻലി നീരസത്തോടെ പറഞ്ഞു. അലീന പിന്നെ മിണ്ടിയില്ല. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ 9 മണിയായി. അലീന മുറിയിലേക്ക് പോയി. രോഹിത് കൊടുത്ത മൊബൈൽ ഫോൺ അവൾ എടുത്തു നോക്കി. അതിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ആരും വിളിക്കാത്തത്? അച്ഛൻ ഇതുവരെ തിരിച്ചു വീട്ടിൽ എത്തിയില്ലേ? തന്നെ ഇവിടെ എത്തിച്ചതോടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം തീർന്നോ? അവൾ കടപ്പാട്ടൂരെ നമ്പർ വിളിക്കാൻ ഭാവിക്കുമ്പോഴേക്കും ആൻ്റപ്പൻ വന്നു പറഞ്ഞു. കേണൽ സാബ് വിളിക്കുന്നു, സിറ്റൗട്ടിലുണ്ട്. അലീന എന്താണ് കാര്യമെന്ന് കയ്യാങ്യത്തിൽ ചോദിച്ചു. തനിക്കറിയില്ലെന്ന് ആൻ്റപ്പൻ ചുമൽ കുച്ചി. അലീന സിറ്റൗട്ടിലെത്തി. മുറ്റത്തേക്കുള്ള വിളുമ്പിൽ കസേരയിൽ ഇരിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. അടുത്ത് മറ്റൊരു കസേര പിടിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കും, അയാൾ പറഞ്ഞു. അലീന കസേരയിലിരുന്നു. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. സംസാരിക്കാനുള്ള സമയമാണോ ഇത്? അലീന ചോദിച്ചു. അങ്ങനെ ഉദ്ദേശിച്ചല്ല ഞാൻ. അപ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അലീന നമ്പർ നോക്കി. രോഹിത്തിൻ്റെ മൊബൈൽ നമ്പർ. അവൾക്ക് മൊബൈൽ മാത്രമല്ല, സിം കാർഡും കണക്ഷനും കൂടി ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. അലീന അതിയായ ആഹ്ലാദത്തോടെ മൊബൈൽ ഫോൺ കാതോട് ചേർത്തു. ഹലോ അലീന ചേച്ചി. ആ വിളി കേട്ടതും അവളുടെ കണ്ണു നിറഞ്ഞു. ഞാനാടാ മോനെ. ചേച്ചി എവിടെയാ? എന്ത് ചെയ്യുവാ? വെറുതെ ഇരിക്കുന്നു. അച്ഛൻ അവിടെ എത്തിയോ? ഓ എത്തി. ഇവിടെ എല്ലാവരും ഉണ്ട്. മനുവേട്ടനും ഉണ്ട് കേട്ടോ. പോയിട്ടില്ല. അലീന ചേച്ചി പോയതോടെ ഈ വീട് ഉറങ്ങിയ പോലെയായി. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവധി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം. ആഴ്ചയിൽ ഒരു ദിവസവും? നന്നായി. ഇത് രാജ്യം വേറെയാ മോനെ. ഇവിടെ പട്ടാള ഭരണമാ. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് വർഷത്തിൽ ഒരു ലീവ് കിട്ടുന്ന കാര്യം സംശയമാ. അലീന പറയുന്നതിനിടയിൽ സ്റ്റാൻലി ജോസഫിൻ്റെ നേർക്ക് ഒന്ന് പാളി നോക്കി. അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്നു. അലീന പതിയെ എഴുന്നേറ്റു. മോനെ, നീ എറണാകുളത്ത് വിളിച്ച് മാമച്ചനങ്ങളോടും ആൻറ്റിയോടും രേവതിക്കുട്ടിയോടും എൻ്റെ കാര്യങ്ങളെല്ലാം പറയണം. രേവതിക്കുട്ടിയെ ഞാൻ നാളെ വിളിക്കാമെന്ന് കൂടി പറയണം. അപ്പോൾ വിശേഷങ്ങളെല്ലാം വിശദമായി പറയാമെന്നും അവളെ അറിയിച്ചേക്കണേ. മറുവശത്ത് ഊണുമേശയിലേക്ക് ചുറ്റുമിരിക്കുകയായിരുന്നു രോഹിത്, ബബിത, കൃഷ്ണജ, മനുശങ്കർ, ബാലചന്ദ്രൻ എന്നിവർ. രോഹിത്തിൻ്റെ സംഭാഷണം കഴിഞ്ഞപ്പോൾ അലീനയുടെ നിർദ്ദേശം വന്നു. ഇനി ബബിതയ്ക്ക്. രോഹിത് മനസ്സോടെ ഫോൺ ബബിതയ്ക്ക് കൈമാറി. ബബിത ഉടൻ ഫോണുമായി എഴുന്നേറ്റു. അവിടെ ഇരിക്കെ. എങ്ങോട്ടാ എണീറ്റ് പോണേ? മനുശങ്കർ ചോദിച്ചു. എനിക്ക് തനിയെ സംസാരിക്കണം, ബബിത പറഞ്ഞു. അതെന്താ? മറ്റാർക്കുമില്ലാത്തൊരു കൺസെഷൻ നിനക്ക് മാത്രം? മനുശങ്കർ നെറ്റി ചുളിച്ചു. ബബിത മൊബൈൽ ഫോൺ കാതോട് ചേർത്ത് സംസാരിച്ചുകൊണ്ട് ചുറ്റുവരാന്തയിലൂടെ നടന്നു. അത് പഠിച്ച കള്ളിയല്ലേ മനുവേട്ട, കൃഷ്ണജ പറഞ്ഞു. അവളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞോ? വേറെ ആരും കാണരുത്. അവൾക്ക് സങ്കടം വന്നിട്ട് ഒച്ച പതറിപ്പോയാൽ അതാരും കേൾക്കരുത്. അവൾ ഇത്തിരി ചക്രവർത്തമാനം പറഞ്ഞാൽ അതാരും അറിയരുത്. അല്ലെങ്കിൽ നോക്ക്, അവളെല്ലാവരെയും ഒച്ചയിൽ സംസാരിക്കും. കവിതയിച്ച് കണ്ടോ? കിന്നാരം പറയണ പോലെ ഒച്ച താഴ്ത്തി പതുക്കെ. അല്പം ദേഷ്യത്തിലും കുശുമ്പിലുമാണ് കൃഷ്ണജ അത് പറഞ്ഞത്. നിന്നെ സമ്മതിച്ചിരിക്കുന്നടി. ബബിതയുടെ മനസ്സിനകത്ത് തുരന്നു കയറുന്നുണ്ടല്ലോ നീ, മനുശങ്കർ അഭിനന്ദിച്ചു. എനിക്കറിയാം ഓരോരുത്തരുടെയും കള്ളത്തരങ്ങൾ. ഞാൻ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. കൃഷ്ണജ അല്പം ഞെളിഞ്ഞിരുന്നു. രോഹിത് അവളുടെ തല പിടിച്ച് താഴ്ത്തി. അത്രയും പൊങ്ങണ്ട മോളെ. ഇതിനിടയിൽ ബബിത ഫോൺ കൊണ്ടുവന്ന് കൃഷ്ണജയുടെ കയ്യിൽ കൊടുത്തു. അടുത്ത ഊഴം അവളുടേതാണ്. ബബിതയുടെ മുഖം ഒരു നവോന്മേഷം ലഭിച്ചതുപോലെ തുടുത്തുലർന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരു
പാട്ടിൻ്റെ പല്ലവിയിൽ ഉച്ചരിച്ച് എല്ലാവരും നോക്കി കൈ വീശി കാട്ടിയിട്ട് അവൾ ഉല്ലാസപരിധിയായി അവളുടെ മുറിയിലേക്ക് പോയി. അത് കണ്ട് രോഹിത് പറഞ്ഞു, മൊത്തം വീക്കിയിരുന്നതാ. അലീന ചേച്ചി ചാർജ് കയറ്റിയതിൻ്റെ തിമിർപ്പാ അത്. കൃഷ്ണ സംസാരിച്ചു കഴിഞ്ഞ ഫോൺ മനുശങ്കറിനെ ഏൽപ്പിച്ചു. അവൻ എഴുന്നേറ്റ് മാറി നിന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ജാളും അനുവദിക്കുന്നില്ല. അവൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിച്ചു. അവൻ്റെ സ്വരത്തിലും ഭാവത്തിലും സ്വകാര്യതയിലും ഒരു പരിവേഷം വന്നുണർന്നത് ബാലചന്ദ്രമേനോൻ ശ്രദ്ധിച്ചു. ഹൃദയത്തോട് സംസാരിക്കുമ്പോഴുള്ള ഒരു നിഗൂഢ നന്ദയുണ്ട് അതിൽ. നിനക്കെവിടെ ഇഷ്ടപ്പെട്ടോടി? അവൻ ചോദിച്ചു. അതൊന്നും പറയാറായിട്ടില്ല. അവളുടെ മറുപടി. എങ്ങനെയുണ്ട് അവിടുത്തെ ആളുകളൊക്കെ? പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. താമസിക്കുന്ന സ്ഥലമൊക്കെ? തരക്കേടില്ലെന്ന് പറയാം. ഭക്ഷണം കഴിച്ചു. പിന്നെ വിളിക്കുമ്പോൾ എല്ലാം വിശദമായിട്ട് പറയണേ. മനുവേട്ടൻ എന്താ പോകാഞ്ഞത്? നിന്റെ വിവരങ്ങൾ അറിയാൻ നിന്നതല്ലേ? വീട്ടിൽ പോയോ? ഇല്ല. പോകണ്ടേ? ഞാൻ വീട്ടിൽ പോകാൻ വന്നതല്ലല്ലോ, ഒരാളെ യാത്ര അയക്കാൻ വന്നതല്ലേ. അല്പം നേരത്തെ മൗനം അച്ഛനൊന്ന് കൊടുക്കുമോ? അലീന ചോദിച്ചു. കൊടുക്കാം. അതിനു മുമ്പൊരു ഗുഡ് നൈറ്റ്. 2 നിമിഷത്തിനുള്ളിൽ അലീന ബാലചന്ദ്രമേനോൻ്റെ സ്വരം കേട്ടു. ക്യൂവിൻ്റെ പിന്നറ്റത്താണ് എൻ്റെ സ്ഥാനമല്ലേ? അതൊരു ശിക്ഷയാ. എന്തിന്? അവിടെ ചെന്ന ഉടനെ അച്ഛനെന്നെ വിളിച്ചില്ലല്ലോ. ഓ, അപ്പോൾ പരിഭവിച്ചിട്ടാണ്. അല്ലച്ഛ, അച്ഛനല്ലേ ഏറ്റവും ക്ഷമയുള്ളയാൾ. അച്ഛനോട് എനിക്ക് കൂടുതൽ സംസാരിക്കണം. അതുകൊണ്ടാ. പറയാം. പുതിയ താവളവുമായിട്ട് ഇണങ്ങാൻ ഇത്തിരി സമയം പിടിക്കും അച്ഛ. എന്നെ ഇവിടെ എത്തിച്ചതിൽ അച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ചോദിച്ചിട്ട് അവൾ സ്റ്റാൻലി ജോസഫിനെ നോക്കി. അയാൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ വെച്ചു. മോൾക്കെന്താ ഒരു സംശയം? ബാലചന്ദ്രൻ്റെ ചോദ്യം വന്നു. എന്തോ എനിക്കൊരു വല്ലായ്മ പോലെ. എനിക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് പോരണ്ടായിരുന്നു എന്ന് തോന്നുക. ഇവിടുത്തെ രാജകുമാരിയാകുന്നതിനേക്കാളും എനിക്കിഷ്ടം അവിടുത്തെ വേലക്കാരിയാകുന്നതായിരുന്നു. എന്നിട്ട് വീണ്ടും അലീന സ്റ്റാൻലി ജോസഫിനെ നോക്കി. അയാൾ ലൈറ്റർ തെളിച്ച് സിഗരറ്റ് കത്തിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള മുഖഭാവം. സാരമില്ല, എല്ലാം ശരിയായിക്കോളും. ഞാനിങ്ങ് പോന്നു വെച്ച് അച്ഛൻ മരുന്നും മുടക്കരുത്. അതുപോലെ ആഹാര നിയന്ത്രണം. മരുന്ന് കൃത്യസമയത്ത് തന്നെ കഴിക്കണം. ഞാൻ കൃഷ്ണമോളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛന് ദേഷ്യം പിടിക്കാൻ പാടില്ലെന്നറിയാലോ. അമ്മ വരുമ്പോൾ വഴക്കിനൊന്നും നിൽക്കണ്ട. ഇനി എന്നെ പേടിക്കേണ്ടല്ലോ എന്ന് കരുതി നാളെ മുതൽ സിഗരറ്റ് വലി തുടങ്ങി വയ്ക്കല്ലേ. അതുപോലെ തന്നെ മദ്യപാനവും. അതുകൊണ്ട് സുഖത്തേക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് അച്ഛൻ, ഓർക്കണേ. വീണ്ടും അവൾ സ്റ്റാൻലി ജോസഫിനെ നോക്കി. അപ്പോൾ ചുണ്ടിലൊരു ചെറു ചിരിയോടെ അലീനയ്ക്ക് സംശയമായി. പല വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടും അനേകം കാര്യങ്ങൾ ഓർമ്മിച്ച് ഒക്കെയായി നീണ്ടുപോയ സംഭാഷണം ഒടുക്കം അവസാനിച്ചു. അവൾ ഫോൺ ഓഫ് ചെയ്തു. അലീനയ്ക്ക് ബാലചന്ദ്രനെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? സ്റ്റാൻലി ചോദിച്ചു. അതെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതെൻ്റെ സ്വന്തം അച്ഛനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. അലീന തെല്ലൊരു വാശിയോട് പറഞ്ഞു. സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് തോന്നി, അച്ഛനായാൽ അങ്ങനെ വേണം. അതുപോലൊരച്ഛനെ കിട്ടാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലെന്ന് തോന്നുന്നു. മേനോൻ എന്നോട് പറഞ്ഞു, നിന്നെ സ്വന്തം മകളെപ്പോലെയാണ് നോക്കിയിരുന്നതെന്ന്. അയാളോട് നിനക്ക് ഇത്രയും കടപ്പാടും സ്നേഹവും വരണം. ഒട്ടും കൂടുതലല്ല. സ്റ്റാൻലി ജോസഫ് എഴുന്നേറ്റ് അയാൾ വാച്ചിൽ നോക്കി. പോയി കിടന്നോളൂ, ഉറങ്ങേണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ആൻ്റപ്പനെ. എനിക്കൊരാവശ്യവും വരില്ല. അലീന ഇടയ്ക്ക് കയറി പറഞ്ഞു. ഓക്കെ, ഗുഡ് നൈറ്റ്. സ്റ്റാൻലി ജോസഫ് നീണ്ട് വരാന്തയിലൂടെ നടന്നു നീങ്ങി. അലീന ഏതാനും നിമിഷം നോക്കി നിന്നിട്ട് അവളുടെ മുറിയിലേക്ക് പോയി. ലൈറ്റ് അണച്ച് കിടന്നപ്പോൾ ഒരു പേടി. വാതിൽ ശരിക്കും അടച്ചോ? അകത്ത് കള്ളന്മാർ കയറി ഒളിച്ചിരിപ്പുണ്ടോ? അലീന കട്ടിലിന് കീഴിലും അലമാരക്കോണിലും ബാത്റൂമിലും എല്ലാം നോക്കി. വാതിൽ ശരിക്കും അടച്ചു. ഒരു ചെറിയ ലൈറ്റ് കെടുത്തിയില്ല. അവൾ കിടക്കയിൽ കിടന്നു. ശരീരത്തിൻ്റെ പാതിയും താണു പോകുന്ന പതുപതുത്ത കിടക്ക. പക്ഷെ ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. കട്ടിലിന് പുറകെ കിടന്നു തലയണ തള്ളിക്കളഞ്ഞു തവളയിരിക്കുന്ന ആകൃതിയിൽ കമിഴ്ന്നു കിടന്നു നോക്കി. രക്ഷയില്ല. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അലീന കിടക്കിൽ എഴുന്നേറ്റിരുന്നു. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ ഇങ്ങനെ ഇരിക്കും, അവൾ തന്നോട് തന്നെ മന്ത്രിച്ചു. കുറച്ചു കഴിഞ്ഞ് സോഫയിൽ പോയി കിടന്നു. എന്നിട്ടും ഉറക്കമില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു.